ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ദുറൂസുൽ അഖായിദയിലെ അൽ വഹദത്തു സാനി അഷ്റ 12ാമത്തെ പാഠവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വഹും മിൻ കുല്ലി ഹദബി യൻസിലൂന, അവർ എല്ലായിടത്തും വഴുതി വീഴുന്നവരാണ് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. പാഠത്തിലെ അന്ത്യനാളിനെ കുറിച്ചിട്ടും അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു അന്ത്യനാളിനെ കുറിച്ച്. അവർ പറഞ്ഞു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അത് സംഭവിക്കുന്നതിന് മുമ്പ് 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദുഖാൻ, ദജ്ജാൽ, ദാബത്തുൽ അർള്, സൂര്യൻ പടിഞ്ഞാറുദിക്കൽ, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 3 ഹഷ്ഫുകൾ സംഭവിക്കൽ, 1 കിഴക്കും 1 പടിഞ്ഞാറും 1 ജസീറത്തുൽ അറബിലും. അവസാനം യമനിൽ നിന്നൊരു തീ പുറപ്പെടും, അത് മനുഷ്യരെ മഹ്ശറയിലേക്ക് ഓടിക്കും. അപ്പം അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അന്ത്യനാൾ, അവസാന നാൾ, ഖിയാമത്ത് നാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതിൻ്റെ അടയാളങ്ങളാണ്. എന്തൊക്കെ നമ്മൾ കാണുക തന്നെ ചെയ്യും. എന്താണ് പറഞ്ഞത്? ദൃഷ്ടാന്തങ്ങൾ: ദുഖാന്, ദജ്ജാല്, ദാബത്തുൽ അർള്, സൂര്യൻ പടിഞ്ഞാറുദിക്കൽ, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 3 ഹഷ്ഫുകൾ. ഹഷ്ഫുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി താഴുക. ഹഷ്ഫുകൾ 3 ഹഷ്ഫുകൾ സംഭവിക്കൽ, ഭൂമി താഴൽ സംഭവിക്കും. 1 കിഴക്ക്, 1 പടിഞ്ഞാറ്, 1 ജസീറത്തുൽ അറബിയിലും. അങ്ങനെ 3 സ്ഥലങ്ങളിൽ ഭൂമി താഴലുണ്ടാവുന്നതാണ്. അവസാനം യമനിൽ നിന്നൊരു തീ പുറപ്പെടും, അത് മനുഷ്യരെ മഹ്ശറയിലേക്ക് ഓടിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി എന്നായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി എന്നവരായിരിക്കും ഇമാം മഹദി എന്നവർ. മനസ്സിലാക്കുക. ഒരു ഖലീഫ, അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി എന്നവർ. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തും. ഭൂമിയിൽ നീതി നിറയ്ക്കും. കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും. 7 വർഷത്തെ ഭരണത്തിനു ശേഷം വഫാത്താകും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും. ഇമാം മഹദിയുടെ ഭരണകാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും. മനസ്സിലാക്കുക. ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിരിക്കുന്നു. അന്ത്യനാൾ എടുക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരും. ഡമസ്കസിൻ്റെ കിഴക്കുഭാഗത്തുള്ള വെള്ള മിനാരത്തിനടുത്താണ് മഹാൻ ഇറങ്ങുക. 2 കളർ വസ്ത്രങ്ങൾ ധരിച്ച് 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ച് മുത്തുമണികൾ പോലെ വിയർപ്പു തുള്ളികൾ ഇറ്റുവീഴുന്ന നിലയിലാണ് ഇറങ്ങുക. ഈസാ അലൈഹിസ്സലാം ഇറങ്ങുന്ന രൂപമാണ് ഇവിടെ പറയുന്നത്. ഡമസ്കസിൻ്റെ കിഴക്കുഭാഗത്തുള്ള വെള്ള മിനാരത്തിനടുത്താണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങുക. 2 കളർ വസ്ത്രങ്ങൾ ധരിക്കും. 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ച് മുത്തുമണികൾ പോലെ വിയർപ്പ് തുള്ളികൾ ഇറ്റുവീഴുന്ന നിലയിലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങുക. മനസ്സിലാക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് നീതിയോടെ ഭരണം നടത്തും. ബാബുലുദ്ദിൽ വച്ച് ദജ്ജാലിനെ വധിക്കും. ദജ്ജാലിനെ വധിക്കുന്ന സ്ഥലമാണ് ബാബുലുദ്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അല്ലാഹു തആല സംരക്ഷിച്ച ജനങ്ങൾ ഈസാ അലൈഹിസ്സലാമിനെ സമീപിക്കും. അവരിൽ ഓരോരുത്തരുടെയും സ്വർഗത്തിലെ സ്ഥാനത്തെക്കുറിച്ച് ഈസാ അലൈഹിസ്സലാം അവരോട് പറയും. യഅ്ജൂജ് മഅ്ജൂജിൻ്റെ പുറപ്പാടും അവരുടെ കാലത്താണുണ്ടാവുക. പിന്നീട് ഈസാ അലൈഹിസ്സലാം വഫാത്താകും. അൽ ഹുജറത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്താണ്
അവരെ മറമാടുക. ഈസാ അലൈഹി ഇസ്ലാമിനെ മറമാടുക ഹുജ്റത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്താണ് മറമാടുക. തുടർന്ന് ഒരു നല്ല കാറ്റിലൂടെ അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങളുടെയും റൂഹ് പിടിക്കും. ദുർജനങ്ങൾ മാത്രം അവശേഷിക്കും. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവൂ. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. മനസ്സിലാക്കാം. അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളെല്ലാം അദൃശ്യ വൃത്താന്തങ്ങളാണ്. ഇവയെക്കുറിച്ച് സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. അവയിൽ പലതും പുലർന്നതായി നാം കാണുന്നു. ബാക്കിയുള്ളതെല്ലാം പുലരുക തന്നെ ചെയ്യും. യാഫിസ് ബിനു നൂഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 ഗോത്രങ്ങളാണ് യജൂജും മഅജൂജും. അന്ത്യനാൾ അടുക്കുമ്പോൾ അവർ വരും. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തി കുഴപ്പമുണ്ടാക്കും. പിന്നീട് അല്ലാഹു തആല മിയാസിസിലൂടെ അവരെ നശിപ്പിക്കും. മിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ചർമ്മരോഗമാണ്. അപ്പോൾ ആ ചർമ്മരോഗത്തിലൂടെ യജൂജ് എന്ന ഗോത്രത്തെ, അതൊരു ഗോത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു, അവരെ നശിപ്പിക്കും. മനസ്സിലാക്കുക. ഖുർആൻ പറയുന്നു, ഹത്താ ഇദാ ഫുതിഹത് യജൂജു വമഅജൂജു മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുറപ്പെടുന്ന അത്ഭുത മൃഗമാണ് ദാബത്തുൽ അർള്. ദാബത്തുൽ അർള്. ഇയാൾ മുഅ്മിനാണ്, ഇയാൾ കാഫിറാണ് എന്നിങ്ങനെ വ്യക്തമായി അത് ജനങ്ങളോട് സംസാരിക്കും. ഇയാൾ മുഅ്മിനാണ്, ഇയാൾ കാഫിറാണ് എന്നിങ്ങനെ വ്യക്തമായി ജനങ്ങളോട് സംസാരിക്കും. ദാബത്തുൽ അർള് എന്ന മൃഗം. മനസ്സിലാക്കാം. അല്ലാഹു തആല പറയുന്നു, വഇദാ വഖൽ ഖൗലു അലൈഹി അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനുമിടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല. എല്ലാ നബിമാരും അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ തടിമാടനും മുടി ജട കെട്ടിയവനും ഒറ്റക്കണ്ണനുമായ ചുവപ്പ് നിറമുള്ള യുവാവാണ്. ദജ്ജാലിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അവൻ തടിമാടനും മുടി ജട കുത്തിയവനും ഒറ്റക്കണ്ണനും ചുവപ്പ് നിറമുള്ള യുവാവാണ്. അവൻ്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാവും. എല്ലാ മുഅ്മിനിനും അത് വായിക്കാൻ കഴിയും. ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. എല്ലായിടത്തും അവൻ കുഴപ്പമുണ്ടാക്കും. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ നാട്ടിലും അവൻ പ്രവേശിക്കും. ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്ന അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. യഥാർത്ഥ മുഅ്മിനുകളല്ലാത്ത എല്ലാ ജനങ്ങളും അവനിൽ വിശ്വസിക്കും. അല്ലാഹു തആല മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇറാഖിനും സിറിയക്കും ഇടയിൽ ഒരു വഴിയിൽ പ്രത്യക്ഷപ്പെടും. ആരാണ്? ദജ്ജാല്. എല്ലായിടത്തും കുഴപ്പമുണ്ടാക്കും. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ നാട്ടിലും അവൻ പ്രത്യക്ഷപ്പെടും. ഭൂമിയിൽ 40 ദിവസമേ അവൻ ജീവിക്കുകയുള്ളൂ. അവൻ പല അത്ഭുതങ്ങളും കാണിക്കും. യഥാർത്ഥ മുഅ്മിനുകളല്ലാത്ത എല്ലാ ജനങ്ങളും അവനിൽ വിശ്വസിക്കും. അപ്പം ഇത്രയും പാഠത്തിലെ എല്ലാ ഭാഗങ്ങളും നന്നായി മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ തദ്രിബാത്തിൽ ആദ്യം നക്ര വനഫവും പാഠത്തിൽ നിന്നുള്ള ചില വേർഡ്സ്, അതിൻ്റെ അർത്ഥം. ഹഷ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി താഴുക. മിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ചർമ്മരോഗമാണ്. മിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ചർമ്മരോഗമാണ്. മനസ്സിലാക്കുക. ബാബുൽ ലുബ്ദ്, ദജ്ജാലിനെ ഈസാ അലൈഹിസ്സലാം വധിക്കും ബാബുൽ ലുദ്ദിൽ വെച്ചിട്ട്. എവിടെയാണത്? ഫലസ്തീനിലെ ഒരു സ്ഥലമാണ് ബാബുൽ ലുദ്. മനസ്സിലാക്കുക. അടുത്ത നസ്ലി യോജിച്ചത് ചേർക്കാനാണ്. എന്താണ്? അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫ. ആരാണ്? ഇമാം മഹദി റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ
ബി എഴുതാം. ഇമാം മഹദിയാണ് അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഖലീഫ. ആകാശത്ത് ജീവിച്ചിരിക്കുന്നു. ആരാണ്? ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിരിക്കുന്നു. ബാബുൽ ലുദ്ദിൽ വെച്ച് വധിക്കപ്പെടും. ആരാണ്? ദജ്ജാല്. ദജ്ജാല് ബാബുൽ ലുദ്ദിൽ വെച്ച് വധിക്കപ്പെടും. അപ്പം അതിൻ്റെ എഴുതാം. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും. ആരാണ്? യജൂജ് മഅജൂജ്. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും യജൂജ് മഅജൂജ്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്തത് ടിക്ക് ചെയ്യാനാണ്. ശരി ഉത്തരം ടിക്ക് ചെയ്യണം. എന്താണ്? ഇമാം മഹദി ഭൂമിയിൽ ഭരണം നടത്തും. 7 വർഷമാണ്. 7 വർഷമാണ് ഇമാം മഹദി ഭൂമിയിൽ ഭരണം നടത്തുക. അപ്പോൾ അത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തതാ ദജ്ജാൽ പ്രവേശിക്കാത്ത 2 സ്ഥലം മക്കയും മദീനയും. ദജ്ജാൽ മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ നാട്ടിലും അവൻ പ്രവേശിക്കും. അപ്പോൾ അത് മക്കയും മദീന എന്നത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്ത ദജ്ജാൽ ഭൂമിയിൽ ജീവിക്കും. 40 ദിവസമാണ്. 40 ദിവസമാണ് ദജ്ജാൽ ഭൂമിയിൽ ജീവിക്കുക. മനസ്സിലാക്കുക. അവിടെ 40 വർഷം 40 മാസം എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. 40 ദിവസമാണ് ദജ്ജാൽ ഭൂമിയിൽ ജീവിക്കുക. അടുത്തത് അന്ത്യനാളിനോട് തൊട്ടടുത്ത് തീ ഉയരുന്ന സ്ഥലം. തീ പുറപ്പെടുന്ന സ്ഥലം ഏതാണ്? യമനാണ്. യമനിലാണ് തീ ഉയരുന്നത്. യമൻ. അപ്പം അത് ശരി അടയാളപ്പെടുത്താം. മനസ്സിലാക്കാം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? അന്ത്യനാളിനോടനുബന്ധിച്ച് 3 ഹഷ്ഫുകൾ നടക്കും. എവിടെയെല്ലാം? എവിടെയൊക്കെയാണ് ഭൂമി താഴുക? 3 സ്ഥലങ്ങളിൽ ഭൂമി താഴും. എവിടെയൊക്കെയാണ്? 1 കിഴക്കും 1 പടിഞ്ഞാറും 1 ജസീറത്തുൽ അറബിലും. 1 കിഴക്കും 1 പടിഞ്ഞാറും 1 ജസീറത്തുൽ അറബിലും എഴുതുക. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ആരാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു? അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. മനസ്സിലാക്കുക. അടുത്തത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു എങ്ങനെ ഭരണം നടത്തും? എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? അവിടെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തും. ഇമാം മഹദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തും. അപ്പോൾ നമ്മൾ മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതിലൊരു ചോദ്യം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വേറെ കുട്ടികളുടെ ബുക്ക്, അവരെഴുതിയ ബുക്ക് വെച്ചിട്ടാണ് ഞാനിത് ഈ കട്ടായി പോയ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പെൻസിൽ കൊണ്ട് എഴുതുന്ന ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ എഴുതിയിരുന്നില്ല. ഇത് ഓരോ കുട്ടികളുടെ ബുക്ക്, അടുത്ത വീടുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ബുക്ക് വാങ്ങിയിട്ടാണ് ഞാൻ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ചെയ്തത്. അപ്പോൾ അവരുടെ ബുക്കാണ്, അവരെഴുതിയതാണ്. അതിൽ അക്ഷരത്തെറ്റുകളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ പകർത്തണ്ട. ഞാൻ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി കാണിച്ചിരുന്നുണ്ട്. പിന്നെ ഞാൻ വോയിസ് ആയിട്ട് പറയുന്നുണ്ട്. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരാൾ പറയുന്ന വോയിസ് കേട്ട് എഴുതാനൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തണം. ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോസ് കേൾക്കാം. അടുത്തത് ഈസാ അലൈഹിസ്സലാം ഇറങ്ങും. എവിടെയാണ്? അന്ത്യനാൾ അടുക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഡമസ്കസിൻ്റെ കിഴക്കുഭാഗത്തുള്ള വെള്ള മിനാരത്തിനടുത്താണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങുക, മഹാൻ ഇറങ്ങുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഡമസ്കസിൻ്റെ കിഴക്കുഭാഗത്തുള്ള വെള്ള മിനാരത്തിനടുത്താണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങുക. അടുത്തത് ഈസാ അലൈഹിസ്സലാമിനെ മറമാടപ്പെടും. എവിടെയാണ്? അൽ ഹുജ്റത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്താണ് ഈസാ അലൈഹി ഇസ്ലാമിനെ മറമാടപ്പെടുക. മനസ്സിലാക്കുക. അൽ ഹുജ്റത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ മറമാടപ്പെടും. അടുത്തത് അന്ത്യനാളിനെ കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചത് എങ്ങനെയാണ് നമുക്ക് വിവരം ലഭിച്ചത്?
അന്ത്യനാളിനെ കുറിച്ച് സത്യസന്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. അന്ത്യനാളിനെ കുറിച്ച് സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത്, ആരാണ് യഅ്ജൂജ് മഅ്ജൂജ്? ആരാണ് യഅ്ജൂജ് മഅ്ജൂജ്? യാഫിസ് ബിൻ നൂഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 ഗോത്രങ്ങളാണ് യഅ്ജൂജും മഅ്ജൂജും. യാഫിസ് ബിൻ നൂഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 ഗോത്രങ്ങളാണ് യഅ്ജൂജും മഅ്ജൂജും. എന്താണ് ദാബത്തുൽ അർള്? എന്താണ് ദാബത്തുൽ അർള്? ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുറപ്പെടുന്ന അത്ഭുത മൃഗമാണ് ദാബത്തുൽ അർള്. ഇയാൾ മുഅ്മിനാണ്, ഇയാൾ കാഫിറാണ് എന്നിങ്ങനെ വ്യക്തമായി അത് ജനങ്ങളോട് സംസാരിക്കും. മനസ്സിലാക്കുക. എന്താണ് ദാബത്തുൽ അർള് എന്ന? ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുറപ്പെടുന്ന അത്ഭുത മൃഗമാണ് ദാബത്തുൽ അർള്. ഇയാൾ മുഅ്മിനാണ്, ഇയാൾ കാഫിറാണ് എന്നിങ്ങനെ വ്യക്തമായിട്ട് അത് ജനങ്ങളോട് സംസാരിക്കും. ദാബത്തുൽ അർള്. അടുത്തത്, ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ന്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനും ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല. എല്ലാ നബിമാരും അവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ തടിമാടനും മുടി ജട കെട്ടിയവനും ഒറ്റക്കണ്ണനും ചുവപ്പ് നിറമുള്ള യുവാവാണ്. അവന്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അത് എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനും ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല. എല്ലാ നബിമാരും അവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത തഹസീസ് പ്രവർത്തനമാണ്. കുറിപ്പായിട്ട് തയ്യാറാക്കി എഴുതണം. അന്ത്യനാളിന്റെ മുമ്പുണ്ടാകുന്ന ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ പാരഗ്രാഫായിട്ട് അന്ത്യനാളിനെ കുറിച്ച് ഉണ്ടാകുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. ദുഹാന്, ദജ്ജാല്, ദാബത്തുൽ അർള്, സൂര്യൻ പടിഞ്ഞാറ് ദിക്കൽ, ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 3 ഹഷ്ഫുകൾ സംഭവിക്കൽ, അതൊന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും ഒന്ന് ജസീറത്തുൽ അറബിയിലും അവസാനം യമനിൽ നിന്നൊരു തീ പുറപ്പെടും, അത് മനുഷ്യരെ മഹ്ശറയിലേക്ക് ഓടിക്കും. ഇപ്പം ഇത്രയും അടയാളങ്ങളാണ് അന്ത്യനാളിന് മുമ്പുണ്ടാകുന്നത്. മനസ്സിലാക്കുക. അപ്പം അത് ഓരോന്നിനെ കുറിച്ചിട്ടും വിശദമായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ദജ്ജാൽ വരുന്നതിനെ കുറിച്ച് അവസാനം പാരഗ്രാഫ് പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതിനെ കുറിച്ചിട്ട് ഇവിടെ തന്നെ പറയുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് യജൂജ് മഅ്ജൂജ് അതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഓരോന്ന് എഴുതാൻ വരുമ്പോൾ അതിനെ കുറിച്ചിട്ട് എഴുതാം. അതാണ് പിന്നെ വരുന്നത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ്, അതിനെ കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കണം. ഈ അടുത്ത പാരഗ്രാഫ് അതാണ്. അന്ത്യനാൾ പുറപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതും. അപ്പോൾ അത്ര എഴുതിയിട്ട് ഇമാം മഹദിയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അടുത്തത് മസീഹ് ദജ്ജാലിൻ്റെ പുറപ്പാട്. ദജ്ജാലിൻ്റെ പുറപ്പാടിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിനെ കുറിച്ച് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ പാഠഭാഗം അവസാനിക്കുന്നിടത്ത് യഥാർത്ഥ മുഅ്മിനുകളില്ലാത്ത എല്ലാ ജനങ്ങളും അവനിൽ വിശ്വസിക്കും. അതുവരെ എഴുതിയിട്ട് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ചിട്ട് ദാബത്തുൽ അർളിനെ കുറിച്ചിട്ടൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അവസാനത്തെ 5 വരെ കുറയാതെ എഴുതാൻ വന്നാൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഫസ്റ്റ് എഴുതിയ കുറിപ്പ് പോലെ തയ്യാറാക്കി എഴുതാൻ കഴിയണം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അന്ത്യനാൾ എന്ന വിഷയത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ്. അപ്പോൾ അത് ഈ പാഠഭാഗത്ത് നന്നായി മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടാണ് ഒരു പ്രസംഗം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഫസ്റ്റിൽ തുടക്കത്തിൽ പറയുന്നത് പോലെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ അന്ത്യനാൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്ത് എഴുതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അതിനു മുമ്പ്
അതിനു മുമ്പ് 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞെങ്ങാണ്ട് പാഠത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചുരുക്കി എഴുതുക. പ്രസംഗം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ അവസാനിപ്പിക്കുക. അപ്പം ഇത്രയാണ് ഇതിൽ വർക്ക്. അപ്പോൾ ഈ പാഠത്തോടെ നമ്മളെ ദുറൂസുൽ അഖായിദ പാഠഭാഗം അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ എക്സാം അധികം വൈകാതെ തന്നെ എക്സാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുവരെ നന്നായിട്ട് പാഠഭാഗങ്ങൾ ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. ചോദ്യപേപ്പറൊക്കെ കിട്ടിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉപകാരപ്പെടുത്തുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.